രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ട് ഫണ്ടിംഗിൽ SDPIക്ക് പണം ലഭിച്ചതായി ED. SDPI നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും പോപ്പുലർ ഫ്രണ്ടാണെന്ന് ED പറയുന്നു. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, കഴിഞ്ഞ ദിവസം SDPIയുടെ നേതാവ് MK ഫൈസി അറസ്റ്റിലായിരുന്നു. ED തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ തന്നെ ED പറയുന്നുണ്ട് വലിയ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നുണ്ട്, PFIയിൽ നിന്ന് പണം പറ്റുന്നുണ്ട്, അത് ഫൈസി തന്നെ നേരിട്ട് കൈപ്പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണോ, അതിന് തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്? PFIൻ്റെ ഫണ്ട് അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന പൈസ SDPI നേരിട്ട് കൈപ്പറ്റുന്നു എന്നത്? അതായത് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ ഒരു പത്രക്കുറിപ്പ് ED ദില്ലിയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ വിശദമാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് SDPIയിലേക്ക് അന്വേഷണം നീളുന്നത് എന്നുള്ളത്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിത സംഘടനയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിൻ്റെ പേരിൽ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് PFI എന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു ഘടകം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരേ സംഘടന എന്ന നിലയ്ക്കാണ് SDPI പ്രവർത്തിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടതിന് പിന്നാലെ അതേ സംഘം തന്നെ SDPI എന്ന പേരിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. അതിന് കുറേ തെളിവുകൾ അവർ നിരത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് SDPIക്ക് പണം കൈമാറുന്നതും പണം നൽകുന്നതും എല്ലാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇതിനുവേണ്ടി പണം സമാഹരിച്ചിട്ടുണ്ട്. ഒരേ നേതാക്കളും ഒരേ അണികളുമാണ് ഈ രണ്ട് സംഘടനയ്ക്കുമുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടതിന് പിന്നാലെ അവരെല്ലാം SDPIയുടെ ഭാഗമായി മാറുകയും രണ്ടും ഒരേ സംഘടന പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് രാജ്യത്തുണ്ടായിരുന്നത്. ഇപ്പോഴും അതുതന്നെയാണ്. SDPIയുടെ നയരൂപീകരണം, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൽ, പൊതുപരിപാടികൾ, കേഡർ മൊബിലൈസേഷൻ എന്നിവയ്ക്കെല്ലാം SDPI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് ആശ്രയിച്ചു വന്നിരുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഈ കോഴിക്കോട് PFIയുടെ ആസ്ഥാനത്ത് ED റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ ഇതിനാവശ്യമായ മുഴുവൻ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ED ഈ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സമാഹരിച്ച പണം കേരളത്തിലടക്കം SDPIക്ക് കൈമാറിയിട്ടുണ്ട് എന്ന നിർണായക വിവരവും ഇതിലുണ്ട്. ഈ MK ഫൈസിയെ എങ്ങനെ അറസ്റ്റിലേക്ക് നീങ്ങി എന്നതിനെ സംബന്ധിച്ച് അതിൽ വിശദീകരിക്കുന്നത് 12 തവണ ഈ ഫൈസിക്ക് ഹാജരായി രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ എത്തിയിരുന്നില്ല. അത് എത്താതിരുന്നതിനെ തുടർന്നാണ് ഒരു തരത്തിലും EDയുമായി സഹകരിക്കാനോ അന്വേഷണവുമായി സഹകരിക്കാനോ രേഖകൾ കൈമാറാനോ ചോദ്യം ചെയ്യലിന് ഹാജരാകാനോ ഒന്നും ഫൈസി തയ്യാറായില്ല. അങ്ങനെയാണ് വിമാനത്താവളത്തിൽ വെച്ച് ഫൈസിയുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കൊക്കെ അറിയാം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടതിന് ശേഷം അതേ ആളുകൾ SDPI എന്ന ലേബലിൽ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. അതിപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളിലൊന്നായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഈ പത്രക്കുറിപ്പിൻ്റെ ഗൗരവം. ഏതായാലും അതിനർത്ഥം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ച അതേ കാരണങ്ങൾ തന്നെ SDPIയുടെ മേലും ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് ED പറഞ്ഞതിൻ്റെ കാതൽ. ശരി, സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ട് ഫണ്ടിങ്ങിൽ നിന്ന് SDPIക്ക് പണം ലഭിക്കുന്നതായി ED പറയുന്നു. SDPI നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും പോപ്പുലർ ഫ്രണ്ടാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.